ഞാനേ ഉച്ചക്ക് ശേഷം ഞാൻ ഉണ്ടാവില്ല കുറച്ചു നേരം. എത്ര എപ്പിസോഡ് ഉണ്ടോ ഇനി? അയ്യോ അതെന്ത് പറ്റി ഉച്ചക്ക് ശേഷം? എന്തെങ്കിലും രാവിലെ തൊട്ട് ഇല്ലാതിരിക്കാൻ പറ്റൂല അല്ലേ? രാവിലെ തൊട്ട് അല്ല ഞാൻ ചോദിച്ചതാണ്. രാവിലെ തൊട്ടില്ലാണ്ട് തമാശയാണെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല തമാശ അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. എവിടെ പോകുന്നു? അല്ല ഞാനേ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ കുറെ ആളായിട്ട് ജയിലിലാണ് അവര്. നിസാര ഒരു ചെറിയൊരു പുള്ളി മാത്രമേ പുറത്തുള്ളൂ, പുള്ളിയുടെ എല്ലാ സുഹൃത്തുക്കളും അകത്താ. ജയിലിലാണ്. അവര് ജയിലിലാണ് കുറെ ആളായി. അപ്പൊ പല രീതിയിലും ഇവന്മാര് പുറത്തേക്ക് ആവണ്ട കറക്റ്റ് സമയത്ത് തലേ ദിവസം ഇവന്മാര് ജയിലിൽ ചാടാൻ നോക്കും. അയ്യോ വീണ്ടും പുള്ളി പിടിച്ച് അകത്താക്കും. അപ്പൊ നിങ്ങൾ എന്തിനാ ഇപ്പൊ പോകുന്നത്? അവര് പാവങ്ങളാണ്, പെട്ടുപോയതാണത്. ചെറിയൊരു തെറ്റ് ചെയ്തതിന് അകത്തായതാണ് അവര്. അല്ല അപ്പൊ നിങ്ങൾ എന്തിനാ കോടതി പോകുന്നത്? ഞാനിപ്പോ കോടതി പോയിട്ട് നമുക്കൊരു കള്ളസാക്ഷി പറഞ്ഞതിൽ തെറ്റുണ്ടാ? അയ്യോ തെറ്റാണ്. കള്ളസാക്ഷി പറയുന്നത് തെറ്റുണ്ടോന്ന് ചോദിച്ചാൽ അവര് പാപങ്ങളാണ്. അങ്ങനെയല്ല, ഇത് എല്ലാ തെറ്റും പിടിക്കപ്പെടുന്ന പോയിന്റിലാണല്ലോ തെറ്റാവുന്നത്. നിങ്ങൾ പിടിക്കപ്പെടാണ്ട് നോക്കണം. ന്യായം പറയാലോ നമുക്ക് അവിടെ. ന്യായം പറയാലോ. ന്യായം പറഞ്ഞോളൂ. നിങ്ങൾ ഇപ്പൊ നുണയാണ് പറയുന്നതെങ്കിൽ ഈ ഓപ്പോസിറ്റ് വക്കീല് നിങ്ങളെ പിടിച്ച് ഇതാക്കി കളയും. അല്ല സാക്ഷി ഞാനിപ്പോ പറയാൻ നിർത്തി അവർക്ക് വേണ്ടിട്ട്. ഓപ്പോസിറ്റ് വക്കീല് ഒന്നും നിങ്ങളെ കൊണ്ട് പറയിക്കില്ലേ? നിങ്ങൾ എങ്ങനെ പ്രിപ്പയർഡ് ആണോ അതിന്? ഞാൻ കുറെ സിനിമയൊക്കെ ഇപ്പൊ അടുത്തവർക്ക് കണ്ടിരുന്നു. അപ്പൊ അത് വെച്ചിട്ടൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വക്കീല് കാര്യങ്ങൾ പറഞ്ഞു തന്നോ? അല്ല വേറെ കാര്യം നമുക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് മറ്റേ ജഡ്ജിനെ സ്വാധീനിച്ച ജഡ്ജിനൊക്കെ എങ്ങനെ സ്വാധീനിക്കും? അല്ല ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി സംഗീതപ്രിയനാണെന്ന് കേട്ടിട്ടുണ്ട്. ജഡ്ജി അപ്പൊ കോർട്ടിൽ ചെല്ലുമ്പോ എന്റെ ഒരു പാട്ടിലൂടെ ഞാൻ ഈ പ്രശ്നം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് മനസ്സിലാവും. പാട്ട് ഇഷ്ടമായതുകൊണ്ട് ചിലപ്പോ അവരെ പെട്ടെന്ന് തന്നെ പുറത്ത് വിടാനും സാധ്യതയുണ്ട്. ചിലപ്പോ അവരെ വിടുക നിങ്ങൾക്കെതിരെ എന്തെങ്കിലും വിധി വന്നാലേ കുഴപ്പമുള്ളൂ. ഞാനകത്താവൂല കാരണം ഞാൻ ഇവിടെ അകത്താണല്ലോ. പിന്നെ ഇനി പോവാനില്ല. റിസൾട്ട് കിടന്നാ പോരെ. അല്ല ഏതായാലും അവിടെ ചെന്ന് ഇപ്പൊ ജഡ്ജിയെ സ്വാധീനിക്കാൻ ആ മൊഴി എങ്ങനെയാണ് ഒരു പാട്ടായിട്ട് പറയുന്നതെന്നുള്ളതൊന്നും ഞങ്ങളെ ഇവരുടെ കേസ് തന്നെ എന്ന് പറയാം. അല്ല രചന ഇപ്പൊ ഇവിടുത്തെ ഒരു സ്റ്റാൻഡപ്പ് ജഡ്ജി ആണല്ലോ. പക്ഷെ ഇരിപ്പും മട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഹൈക്കോടതി ജഡ്ജിനെ പോലെയാണ് തോന്നണത്. എന്റെ പാട്ട് വേണമെങ്കിൽ ഒന്ന് രചന കേട്ടു പോകും. രാജദേവനും ദേവരാജനും പണ്ടത്തെ കൂട്ടുപ്രതികൾ മുങ്ങാനവർ നോക്കി ജയിൽ വാർഡൻ പിടികൂടി. ഇടികളും തൊഴികളും പതിവായി നേടും രാജദേവനും ദേവരാജനും. പണ്ടേതോ മാനിന്റെ കൊമ്പുകളും ചില്ലകളും തോലുകളും പീസുകളായി പാഴ്സലാക്കി മാറ്റവേ. പണ്ടേതോ മാനിന്റെ കൊമ്പുകളും ചില്ലകളും തോലുകളും പീസുകളായി പാഴ്സലാക്കി മാറ്റവേ. ലോടുപോകയായി നാഗാലാൻഡിലും ഒറ്റുകാരനാരോ വെട്ടിലാക്കിയതാ. മൃഗവേട്ട എന്ന കേസുമായി ഇരുവരും ജയിലിൽ.